ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മളെ ചെടിക്കൊക്കെ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണ് ഓർക്കിഡിന്. ഓർക്കിഡൊക്കെ അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ നന്നായി വരുന്നുണ്ട്, കുറേയൊക്കെ മൊട്ട് വരുന്നുണ്ട്, കുറച്ചൊക്കെ പൂവുണ്ട്. അത്രയേ ഉള്ളൂ. നല്ല ഉഷാറാണെന്നൊന്നും പറയാൻ വയ്യ. ഇപ്പോൾ പൊതുവേ അന്വേഷിച്ചപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയെന്നാണ് പറഞ്ഞത് കേട്ടോ. പ്ലാന്റുകളൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൂവ് കമ്മിയാണ്. എന്നപ്പോൾ മുട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ വെയിലത്ത് നിൽക്കണതിന് വലിയ കംപ്ലൈൻ്റ് ഇല്ല. 2-3 കൊല മുട്ടൊക്കെ വന്ന് ഈ വെയിലത്ത് നിൽക്കുന്നത് കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നിറയെ പൂക്കളും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പം ഇന്ന് നമ്മളൊരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണ്. അപ്പം അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ ആയില്ല ഇപ്പോൾ നമ്മൾ പ്ലാന്റിനൊക്കെ ഫെർട്ടിലൈസർ കൊടുത്തിട്ട്. അപ്പോൾ ഫെർട്ടിലൈസർ അധികം ആവാനും പറ്റില്ല. പിന്നെ അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചൂട് കാലത്ത് ചിലപ്പോൾ പ്ലാന്റ് ചീത്തയാലോ എന്ന് കരുതിയിട്ട് ഫെർട്ടിലൈസർ ഇപ്പോൾ അധികം അങ്ങനെ കൊടുക്കലില്ല. കുറച്ച് കൊടുക്കുമ്പോൾ തന്നെ. ഇതിമേ 2-3 കൊലയൊക്കെ മുട്ട് വരുന്നുണ്ട് ഈ വെയിലത്ത് നിൽക്കുന്നതിന്. പ്ലാന്റിൻ്റെ ലീഫൊക്കെ ചിലപ്പോൾ ഒരു മഞ്ഞപ്പൊക്കെ ഉണ്ട്, എന്നാലും കൂടിയിട്ട് വലിയ കുഴപ്പമില്ല. അതാണ് കുറച്ചൊരു ഉഷാറായിട്ട് നിൽക്കുന്നത്. വെയിൽ കൊള്ളാത്തോടത്ത് അത്ര തന്നെ അങ്ങോട്ട് പോരാ. ഇപ്രാവശ്യം കൊടുക്കുന്നത് നമ്മൾ എപ്സം സാൾട്ടാണ്. നല്ലൊരു പച്ചപ്പ് ഉണ്ടാവാനും വേരൊക്കെ നല്ല ഹെൽത്തി ആവാനും വേണ്ടിയിട്ടാണ്. പഞ്ചസാര അല്ല കേട്ടോ, ഉപ്പല്ല, എപ്സം സാൾട്ടാണ്. കുറച്ചേ കൊടുക്കുന്നുള്ളൂ. 5 ലിറ്റർക്ക് 1 സ്പൂണേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം പേടിയാണ് ഇപ്പോൾ. ഈ ജാതി ചൂടല്ലേ, പെരും ചൂട്, വെയിൽ ഭയങ്കര ശക്തിയായ വെയിലാണ്. അപ്പോൾ ഈ ഒരു സ്പൂണാണ് ഞാൻ 5 ലിറ്റർക്ക് കൊടുക്കുന്നത് കേട്ടോ. അത് കൊടുത്തിട്ട് ആ ഒരു ഒറ്റ സ്പൂൺ തന്നെ മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. കൊടുക്കുന്നതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. കുറച്ചൊക്കെ പൂവുണ്ട്. പൂവ് ഞാൻ കാണിച്ചു തരാം. ഉള്ള പൂവ് ഇവിടെ ഒരു പൂവ് ഇരിഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് കുഴപ്പമൊന്നുമില്ല, വാടിയിട്ടില്ല. പിന്നെ മഞ്ഞപ്പുള്ളി അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല തൂമ്പുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ മുട്ടും പൂവും പഴയ പോലെ ഒന്നായിട്ട് കൊല കുത്തി പൂക്കുക. ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യമൊക്കെ, നല്ലോണം കൊല കുത്തി പൂക്കാൻ അത് ഇതെന്നൊക്കെ. ഇപ്പം അങ്ങനെ ആ കൊല കുത്തി പൂക്കലൊന്നുമില്ല. അതിന്മേൽ നല്ല 2 മുട്ട് ഇവിടെ വരുന്നുണ്ട്. 3 മുട്ടുണ്ട്, 3 കൊല വരുന്നുണ്ട്. അതിൻ്റെ അങ്ങേ തലപ്പത്തും തന്നെ നമ്മൾ ആ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കൊണ്ടാകും. പിന്നെ കണ്ടില്ലേ, ലീഫിൻ്റെ അടിയിൽ കൂടെ മുട്ട് വരുന്നുണ്ട്. അവിടെ ഒരു മുട്ടുണ്ട്, ഇപ്പുറത്തൊരു മുട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വരികയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ഫെർട്ടിലൈസറൊക്കെ അതിനുള്ളതാണല്ലോ. മുരടിച്ച് നിൽക്കുമ്പോൾ മുട്ടൊക്കെ വരാനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്ന. ലീഫിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ മുട്ട് വരുന്നുണ്ട്. അത് കൊടുത്തതുകൊണ്ടാവും. നമ്മളെ ചാംചോയല്ലോ, അത് നല്ല ഉഷാറായിട്ടൊന്ന് പൂത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൂക്കൾ അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ലീഫിനും പിന്നെ പ്ലാന്റിനും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ ചൂടിൻ്റെ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാവണം പിന്നെ പൂവിടാത്തതെന്ന് വിചാരിക്കണം. ഇനി അറിയൂല, എന്താണെന്ന് അറിയില്ല. പ്ലാന്റിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, നിറയെ കൊല കുത്തി പൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എപ്സം സാൾട്ട് കൊടുക്കുക. ഒരു 10 ദിവസമോ 15 ദിവസമൊക്കെ കൂടുമ്പോഴേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ വളം. എന്തായാലും ഒരു 8 ദിവസത്തിലൊരിക്കൽ കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ കുറച്ച് തിരക്കിലുമായി പോയി, അതുകൊണ്ടാണ് പ്ലാന്റിനൊക്കെ വളം കൊടുക്കാൻ വൈകുന്നത്. അപ്പോൾ നമ്മളത് എല്ലാത്തിനും ഒന്നാണ് കൊടുക്കുക കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കാരണം വേരിനും തണ്ടിനും ലീഫിനും ഒക്കെ അതിനെ മുരട്ടിലും മീഡിയത്തിലും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലീഫൊക്കെ നല്ലൊരു പച്ചപ്പ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ആദ്യം നല്ലോണം നന്നായി വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി വെള്ളം നനച്ച് കൊടുത്തിട്ടാണ് എല്ലാ പ്ലാന്റിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിലല്ലേ പ്ലാന്റിനും കൊടുത്തു കേട്ടോ. അപ്പോൾ പ്ലാന്റ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി, പിന്നെ നമ്മൾ കൊടുക്കുന്ന വളമൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. അപ്പം ഇന്ന് നമ്മൾ കൊടുത്ത വളം എപ്സം സാൾട്ടാണ്. ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എപ്സം സാൾട്ട് ഒന്ന് കൊടുത്തു നോക്കി. ഇതിനൊക്കെ ഒരു മുട്ട് വന്നിട്ടുണ്ട്. അപ്പുറം ഓരോ മുട്ടുണ്ട്, പക്ഷെ ഒന്നേ വിരിയുള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന് വലിയ ഉഷാറില്ലാതെ നിൽക്കുകയാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.